हेलो ലിയാന, 7:35 ആവുമ്പോ സ്റ്റാർട്ട് ചെയ്തോ. ഓക്കെ. ഡോറൊന്ന് പൂട്ടിക്കാം. താങ്ക്സ്. ഹായ് ഗൈസ്, ഇപ്പൊ നമ്മൾ ക്ലാസ് തുടങ്ങുകയാണ്. ഞാൻ ഓഡിബിൾ അല്ലേ? ഓഡിബിൾ ആണെങ്കിൽ ഒന്ന് റിയാക്ട് ചെയ്യാൻ പറ്റുമോ? അതെ, ഓഡിബിൾ ആണ്. ഓക്കെ. സോ നമ്മുടെ സെക്കൻഡ് ക്ലാസ് ആണ് ടോട്ടിന്റെ. ഫസ്റ്റ് ക്ലാസ്സിൽ ഇല്ലാത്തവർ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സോ ഒരു 3 ക്ലാസ് കൊണ്ട് ടോട്ടിന്റെ കീ പോർഷൻസ് കഴിയും. അപ്പം ഇനി ആകെ ഒരു 3 ടോപ്പിക് മാത്രമേ ടോട്ടലി നമുക്ക് കവർ ചെയ്യാനുള്ളൂ. അപ്പം അതിൽ ഒന്ന് എന്താണെന്ന് വെച്ചാൽ റെമഡീസ്, ഒന്ന് ഡിഫൻസസ്, പിന്നെ ഒന്ന് ടൈപ്സ് ഓഫ് ടോട്ടും. അപ്പൊ ഒന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ റെമഡീസും ജനറൽ ഡിഫൻസസിൽ 9 ജനറൽ ഡിഫൻസ് ഉണ്ട്. അതിലൊരു 4 എണ്ണം പഠിപ്പിക്കും. സോ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് ക്ലാസ്സിലേക്ക് മൂവ് ആണ് കേട്ടോ. ആരെങ്കിലും ഒന്ന് ഓഡിയോ ഓൺ ആക്കിയിട്ട് പറയോ? കാണാൻ പറ്റുന്നുണ്ട്. യെസ്, കാണാൻ പറ്റുന്നുണ്ട് മാം. സോ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ റെമഡീസിന്റെ മീനിങ് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്റെ ഓർമ്മ. ഓക്കെ, ഞാൻ തന്നെ പറയാം. റെമഡീസ് എന്ന് പറയുന്നത് ഒരു ടോട്ട് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഒരു ഫയൽ സീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലെയിൻറ്റിഫിന് ഈ ഒരു ഡാമേജ് സഫേർഡ് ആയിട്ടുണ്ടെന്ന് കോർട്ടിൽ തെളിയുകയാണെങ്കിൽ കോർട്ട് ചില പരിഹാരങ്ങൾ എന്താ അവാർഡി ഡിഫൻഡന്റിനോട് പറയും, നിങ്ങളിങ്ങനെ കുറച്ച് കാര്യങ്ങൾ പ്ലെയിൻറ്റിഫിന്റെ ഡാമേജിനെ കോമ്പൻസേറ്റ് ചെയ്യണം. അതാണ് ബേസിക്കലി റെമഡീസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ 3 തരം റെമഡീസ് ആണ് ടോർട്ടിൽ ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഇസ് ഡാമേജസ്. ഓക്കെ, ഈ ഡാമേജസിന് തന്നെ പല തരം ഡാമേജസ് ഉണ്ട്. 4 തരം ഡാമേജസ് ഉണ്ട്. അപ്പൊ ബേസിക്കലി ഡാമേജസ് എന്ന് പറഞ്ഞാൽ, ഓക്കെ, ആർക്കെങ്കിലും ഡാമേജസിന്റെ മീനിങ് ഒന്ന് പറയാൻ പറ്റുമോ? ഡാമേജസ് ഞാൻ ഒരുപാട് തവണ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഡാമേജസ് പറഞ്ഞാൽ ആ ഫിനാൻഷ്യൽ ലോസിന് ഒരു ഫിനാൻഷ്യൽ ലോസ് ഉണ്ടായാൽ അതിന് വേണ്ട കോമ്പൻസേറ്ററി ആണ് ഡാമേജസ് എന്ന് പറയുന്നത്. ഓക്കെ, കറക്റ്റ് ആണ്.
ഓക്കെ, ഈ ഡാമേജസ് ടോർട്ടിൽ ഏത് ഫോമിലാണ് ഉണ്ടാവാന്നുള്ളതാണ് ആ 3 പോയിന്റ്. ഫസ്റ്റ് വൺ മൊണേറ്ററി കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. മൊണേറ്ററി കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ടോർട്ടിൽ നിങ്ങൾ ഡാമേജസ് അവോയ്ഡ് ചെയ്യുക പൈസയുടെ രൂപത്തിലായിരിക്കും. ഒരാൾക്കൊരു ലോസ് ഉണ്ടാകുമ്പോൾ അയാൾക്ക് എന്താണോ ലോസ് ഉണ്ടായ അതിനനുസരിച്ചുള്ള പൈസ അയാൾക്ക് കൊടുക്കാൻ ഡിഫൻഡിനോട് പ്ലെയിൻറ്റിഫിന് കൊടുക്കാൻ വേണ്ടി ഡിഫൻഡിനോട് കോർട്ട് ആവശ്യപ്പെടും. ഓക്കെ, ആക്ച്വലി റെമഡീസിൽ ജുഡീഷ്യൽ റെമഡീസും ഉണ്ട്, എക്സ്ട്രാ ജുഡീഷ്യൽ റെമഡീസും ഉണ്ട്. ഞാൻ ഇത് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ടോർട്ടിന്റെ വേറെ ഏതെങ്കിലും മെറ്റീരിയൽ റെഫർ ചെയ്യാൻ അങ്ങനെ കാണും. ഓക്കെ, പക്ഷെ അത് ക്ലീക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരു ക്ലാസിഫിക്കേഷൻ പറയാത്തത്. നമ്മൾ ക്ലീക്ക് വേണ്ടി പഠിക്കുന്ന എല്ലാം തന്നെ ജുഡീഷ്യൽ റെമഡീസ് ആണ്. ജസ്റ്റ് ഒരു ഡെഫിനിഷൻ ഞാൻ പറയാം. അതായത് കോർട്ട് പറയുന്ന റെമഡീസ്, അതാണ് ജുഡീഷ്യൽ റെമഡീസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, ഇൻ കേസ് നിങ്ങൾ വേറെ മെറ്റീരിയൽ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ കൺഫ്യൂസ്ഡ് ആവണ്ടെന്ന് കരുതിയിട്ട്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് അൺലിക്വിഡേറ്റഡ് ആണ്. ഇത് ഈ ഒരു വേർഡിന്റെ മീനിങ് ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ്. ആർക്കെങ്കിലും ഓഡിയോ ഓൺ ആക്കിയിട്ട് പറയാൻ പറ്റുമോ? അറിയുന്നെങ്കിൽ പറഞ്ഞു. ഓക്കെ, ഞാൻ തന്നെ പറയാം. അൺലിക്വിഡേറ്റഡ് എന്ന് പറഞ്ഞാൽ മുമ്പ് ബിഫോർ ഹാൻഡ് തീരുമാനിച്ചിട്ടുണ്ടാവില്ല ഇന്നേ ശിക്ഷക്ക് ഇന്നേ എന്താ കോമ്പൻസേഷൻ ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. കോൺട്രാക്ട് അല്ലേ? എന്താ? അല്ല, അൺലിക്വിഡേറ്റഡ് ഡാമേജസ് ക്രൈം ആൻഡ് കോൺട്രാക്ട് അല്ലേ? അല്ല, ലിക്വിഡേറ്റഡ് ഡാമേജസ് ആണ് കോൺട്രാക്റ്റും ക്രൈമും. അത് ഞാൻ നോട്ട്സ് കറക്റ്റ് ചെയ്തതാണല്ലോ. ഓക്കെ, ഞാൻ വിട്ടുപോയിണ്ടാവും. ആണോ? ഓക്കെ, അത് ക്ലാസ് കട്ടായപ്പോ ഓക്കെ, അത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആട്ടോ. ടോർട്ടിലാണ് അൺലിക്വിഡേറ്റഡ് ഡാമേജസ് ഉള്ളത്, ക്രൈമിലും കോൺട്രാക്റ്റിലാണ് ലിക്വിഡേറ്റഡ് ഡാമേജസ് ഉള്ളത്. അപ്പൊ അൺലിക്വിഡേറ്റഡ് ഡാമേജസ് എന്ന് പറയുന്നത് ബിഫോർ ഹാൻഡ് തീരുമാനിച്ചിട്ടുണ്ടാവില്ല ഇന്നേ ശിക്ഷയ്ക്ക് ഇത്രയും പൈസയാണ് കോമ്പൻസേഷൻ കൊടുക്കേണ്ടത്. അതാണ് ബേസിക്കലി അൺലിക്വിഡേറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി തേർഡ് പോയിന്റ് റിമോട്ട് കോസ് ഓഫ് എനി ഇവന്റ് ഇസ് നോട്ട് കൺസിഡർഡ്. അതായത് ഞാൻ എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും, പക്ഷേ ജസ്റ്റ് ഒരു ഡെഫിനിഷൻ പോലെ ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു ടോർട്ട് കമ്മിറ്റ് ചെയ്തു. ആ ടോർട്ടിന്റെ അതായത് നമ്മളൊരു തെറ്റ് കമ്മിറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ കോൺസിക്വൻസസ് ഇത്രയൊക്കെയാണ് എന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് ഫോർസീ ചെയ്യാൻ പറ്റും. ഫോർസീ ചെയ്യാന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് ഊഹിക്കാൻ പറ്റും നമ്മൾ ഇന്നേ തെറ്റ് ചെയ്താൽ, അല്ലെ ഫോർ എക്സാമ്പിൾ നമ്മൾ ഭയങ്കര സ്പീഡിൽ ബൈക്ക് ഓടിക്കുകയാണ്, അപ്പം ഏതെങ്കിലും ഒരു പെഡസ്ട്രിയനെ നമ്മൾ തട്ടും. അത് നമുക്ക് ഫോർസീ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെങ്കിൽ നമ്മൾ എന്തെങ്കിലും ടോർട്ട് കമ്മിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കോൺസിക്വൻസസ് നമുക്ക് ഫോർസീ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഫോർസീ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കമ്മിറ്റ് ചെയ്ത ഒരു ടോർട്ടിലൂടെ ഫോർസീ ചെയ്യാൻ പറ്റാത്ത ഒരു ഇവന്റ് ഹാപ്പൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഇവന്റിന്റെ കോമ്പൻസേഷൻ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഞാൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. അതായത് ഒരു ഇപ്പം ബസ്സിൽ ഒരു ലിമിറ്റ് ഉണ്ടാവും, ഇത്രയും ആൾക്കാരെയാണ് നിങ്ങൾക്ക് കയറ്റാൻ പറ്റൂ, അല്ലെങ്കിൽ അതിലപ്പുറം ആക്കിയാൽ ആൾക്കാരുടെ ഹെൽത്തിനെ ബാധിക്കല്ലോ, ഭയങ്കര റഷും ഇതിലും ആൾക്കാർ ട്രാവൽ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഒരു ബസ്സിൽ ഇപ്പം ഭയങ്കരമായിട്ട് ഇതിലെ ഡ്രൈവറും കണ്ടക്ടറും ഒരുപാട് ട്രാവലേഴ്സിനെ കയറ്റാണ്. അപ്പം അത്രയും തിക്കും തിരക്കും ആയതുകൊണ്ട് ഏതെങ്കിലും ഒരാൾ അയാൾക്ക് അയാൾ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആളായതുകൊണ്ട് അത്രയും റഷിൽ പെട്ടെന്ന് മരിക്കുക. അത് ഈ ഒരു ഇവന്റ് എന്ന് പറയുന്നത് കണ്ടക്ടറിനോ ഡ്രൈവറിനോ ഫോർസീ ചെയ്യാൻ പറ്റുന്ന ഒരു ഇവന്റ് ആണ്. അതേസമയം ഈ ഒരു റഷിൽ ഏതെങ്കിലും ഒരാൾ പോക്കറ്റ് അടിക്കാണ് വേറൊരാളിനെ, അതൊരിക്കലും കണ്ടക്ടറിന് ഫോർസീ ചെയ്യാൻ പറ്റുന്ന ഒരു തെറ്റല്ല. ഫോർസീ ചെയ്യാൻ പറ്റാത്ത ഒരു തെറ്റാണ് ഈ പോക്കറ്റ് അടിക്കുന്ന ഒരു തെറ്റ്. ആ തെറ്റിന് ഇവര് കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരില്ല. ആർക്കാണോ പോക്കറ്റ് അടിയിലൂടെ കുറച്ച് പൈസ നഷ്ടമായ അയാള് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും കോർട്ട് ആവശ്യപ്പെടില്ല. ഓക്കെ, ഇത് മനസ്സിലായോ? അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണോ? ആ ഒരു 3 പോയിന്റ്, ഒന്ന് മോണിറ്ററി കോമ്പൻസേഷൻ, അതായത് ഡാമേജസ് പൈസയിലൂടെ റീസ്റ്റോർ ചെയ്യാൻ പറയും. എത്ര ഡാമേജ് ആണോ സഫർ ചെയ്ത് അത് പൈസയിലൂടെ റീസ്റ്റോർ ചെയ്യാൻ പറയുന്നു. പിന്നെ രണ്ടാമത്തത് അൺലിക്വിഡേറ്റഡ്, ഒന്നുമില്ല ബിഫോർ ഹാൻഡ് തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവില്ല ഈ തെറ്റിന് ഇത്രയും പൈസയാണ് കൊടുക്കേണ്ടതെന്ന്. മൂന്നാമത്തെ നമ്മൾക്ക് ഫോർസീ ചെയ്യാൻ പറ്റാത്ത ഒരു ഇവന്റ് നമ്മുടെ ടോട്ടിലൂടെ ഹാപ്പൻ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ ലയബിൾ ആയിരിക്കില്ല.
ഇത് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യെങ്കിൽ പറയണം കേട്ടോ. മനസ്സിലായെങ്കിൽ തംസ് അപ്പോ എന്തെങ്കിലുമൊക്കെ റിയാക്ട് ചെയ്യോ. ഓക്കെ ഓക്കെ, കുറച്ച് ആൾക്കാർ റിയാക്ട് ചെയ്യുന്നത്. ഞാൻ ഇനി നെക്സ്റ്റ് ടോപ്പിലേക്ക് പോവാണ്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ സെയിം ടോപ്പിക്കിന്റെ സബ് ടോപ്പിക് ആയിട്ട്, അതായത് ഡാമേജസിന് 4 ടൈപ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് 4 ടൈപ്സിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് നോമിനൽ ഡാമേജസ്. നോമിനൽ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം വെരി സ്മോൾ എന്നാണ്. ഓക്കെ, ഈ ഒരു നോമിനൽ ഡാമേജ് കോർട്ട് ഒരു ഡിഫൻഡന്റിന് അവാർഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ പ്ലെയിന്റിഫ് ഏകദേശം ഒരു ഡാമേജും സഫർ ചെയ്യാത്ത അവസ്ഥയായിരിക്കും. അയാൾക്ക് ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഡാമേജ് കാര്യമായ ഒരു ആക്ച്വൽ ലോസ് അവിടെ ഉണ്ടായിട്ടുണ്ടാവില്ല. ഓക്കെ, ഇതിന് ഒരു മാക്സിമം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ആർക്കെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? അതായത് ഡാമേജ് കാര്യമായി ഉണ്ടായിട്ടില്ല, എന്നാൽ ഇഞ്ചുറി ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. ആ സ്കൂളിന്റെ കേസ് ഡാമിനാണോ? സ്കൂളിന്റെ കേസ് ഡാംനോസൈൻ ഇഞ്ചുറി ആണ്. അവിടെ ഡാമേജ് ഉണ്ടായിട്ടുണ്ട്, ഇഞ്ചുറി ഉണ്ടായിട്ടില്ല എന്ന്. അശ്വിക് ഷബ്ന പറഞ്ഞാണ് ശരിക്കുള്ള ആൻസർ ഇഞ്ചുറിയ സൈൻ ഡാംനോ എന്ന് പറയുന്നത്. ഓക്കെ, ഇഞ്ചുറിയ സൈൻ ഡാംനോന്റെ കേസസിലാണ് ഈ നോമിനൽ ഡാമേജസ് അവാർഡ് ചെയ്യുന്നത്. അതായത് പ്ലേറ്റിന് കാര്യമായിട്ടൊരു എന്താ പറയാ ഭയങ്കര ഭീകരമായ ഒരു ഡാമേജ് ഒന്നും സംഭവിച്ചിട്ടില്ല, പക്ഷെ അയാളുടെ ഒരു ലീഗൽ വയലേഷൻ ഓഫ് ലീഗൽ റൈറ്റ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ സ്ക്രിബിൾ ചെയ്യുമ്പോൾ അതിന്റെ അടിയിൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ആഷ്ബി വേഴ്സസ് വൈറ്റ് കേസ് കൊടുത്തോട്ടോ. ഇത് മനസ്സിലായോ നോമിനൽ ഡാമേജസ്? മനസ്സിലായെങ്കിലും തംസ് അപ്പ് പറയാം, അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇനി സെക്കൻഡ് ഫോം ഓഫ് ഡാമേജ് എന്ന് പറയുന്നത് കണ്ടംപ്റ്റസ് ഡാമേജസ് ആണ്. അതായത് ട്രിവിയൽ ഡാമേജ് സഫേർഡ് ബൈ പ്ലെയിന്റിഫ്. ട്രിവിയലിന്റെ ആ ഒരു വേർഡ് മീനിങ് എന്ന് പറയുന്നത് വളരെ കുറച്ച് എന്നാണ്. നോമിനൽ ഡാമേജിൽ ഒട്ടും ഒരു ആക്ച്വൽ ഡാമേജേ ഉണ്ടായിട്ടില്ല, പക്ഷെ കണ്ടംപ്റ്റസ് ഡാമേജസിലേക്ക് വരുമ്പോൾ ചെറിയൊരു ഡാമേജ് പ്ലെയിന്റിഫ് അനുഭവിച്ചിട്ടുണ്ട്. ഇത് അതായത് ചെറിയ ചെറിയ കേസുകൾക്ക് വേണ്ടിയിട്ട് ഫോർ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരാളുടെ ലാൻഡിലൂടെ അല്ല ഫോർ ഞാൻ എന്താ പറയാ, ഓക്കെ, ബി എന്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ബീന്റെ ഡോഗിനെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. അപ്പൊ ഈ ഡോഗിന്റെ പ്രസൻസ് കാരണം എക്ക് ഭയങ്കര എന്താ പറയാ ഭയങ്കര ഇറിറ്റേഷനും അങ്ങനെ കുറച്ച് മെന്റലി അയാൾ കുറച്ച് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവാണ്. അവിടെ അയാൾക്ക് മെന്റലി ഡിസ്റ്റർബ്ഡ് ആയി അങ്ങനെ കുറച്ച് അല്ലെങ്കിൽ അയാളുടെ എന്തെങ്കിലും സാധനം പൊട്ടിച്ച് അങ്ങനെയുള്ള ഭയങ്കര ചെറിയൊരു ലോസ് അവിടെ അയാൾക്ക് ഉണ്ടാവുകയാണ്. അപ്പൊ അത് കോടതി പോകുമ്പോൾ ഒബ്വിയസ്ലി അവിടെ ഒരു ചെറിയൊരു നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ആ ചെറിയൊരു നഷ്ടത്തിനെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അവാർഡ് ചെയ്യുന്ന ഡാമേജസിനാണ് കണ്ടംപ്റ്റസ് ഡാമേജസ് എന്ന് പറയുന്നത്. അതിൽ സെക്കൻഡ് പോയിന്റ് നിങ്ങൾക്ക് ഇതാക്കാം, റെയർലി ബൈ കോർട്സ്. ഒരിക്കലും അവാർഡ് റെയർലി ബൈ കോർട്സ് എന്ന് പറയുമ്പോൾ പൊതുവെ കോടതിനെ ആരും സമീപിക്കില്ലല്ലോ ഇങ്ങനെ ചെറിയ ചെറിയ കേസുകൾക്ക് വേണ്ടി. അതുകൊണ്ടാണ് റെയർലി ഇത് കോർട്ട് വിധിക്കാറുള്ളൂ എന്നുള്ളൊരു ഇത് വരുന്നത്. തേർഡ് പോയിന്റ് മീഗർ എമൗണ്ട് എന്നാണ്. ഈ മീഗറിന്റെ സ്പെല്ലിങ് ചിലപ്പം ചില ടോട്ട് മെറ്റീരിയലിൽ വേറെ ആയിരിക്കും കേട്ടോ. അത് വലിയ കാര്യമാക്കേണ്ട ആവശ്യമില്ല. അതൊരു ബ്രിട്ടീഷ് ഇംഗ്ലീഷ് അമേരിക്കൻ ഇംഗ്ലീഷ് ആ ഒരു ഡിഫറൻസ് ആണ്. അത് ഭയങ്കര കാര്യമൊക്കെ ആക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ മീഗർ എമൗണ്ട് എന്ന് പറയുന്നത് എഗെയിൻ ചെറിയൊരു എമൗണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പം നോമിനൽ ഡാമേജസും കണ്ടംപ്റ്റസ് ഡാമേജസും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മനസ്സിലാവാനിട്ടാണോ ഇനി പറയാത്ത, അല്ലെങ്കിൽ പറയാനുള്ള മടി കൊണ്ടാണോ? ഈ കണ്ടംപ്റ്റസ് ഡാമേജസ് മനസ്സിലായോ? അറ്റ്ലീസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്യും. രണ്ടാമത്തെ ഒന്നും കൂടി പറഞ്ഞു തരുമോ? ഓക്കെ, പറഞ്ഞുതരാം. അതായത് ഭയങ്കര ഒരു ചെറിയൊരു ഡാമേജ് പ്ലെയിന്റിഫ് സഫർ ചെയ്യുന്നുണ്ട്. ഈ നോമിനൽ ഡാമേജിൽ ഒട്ടുമേ ഒരു ഫിനാൻഷ്യൽ ലോസ് പ്ലെയിന്റിഫ് സഫർ ചെയ്യുന്നില്ല.
പക്ഷെ രണ്ടാമത്തെ കണ്ടംപ്റ്റസ് ഡാമേജസിൽ വരുമ്പോൾ ട്രിവിയൽ ഡാമേജ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഡാമേജ് ഇയാൾ സഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ ഒബ്വിയസ്ലി റീസ്റ്റോർ ചെയ്യണമല്ലോ. അതിനുവേണ്ടി കോർട്ട് അവാർഡ് ചെയ്യുന്ന ഡാമേജസിനെയാണ് കണ്ടംപ്റ്റസ് ഡാമേജസ് എന്ന് പറയാം. മനസ്സിലായോ? വേറെ എല്ലാവർക്കും മനസ്സിലാവാനിട്ടാണോ? ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താ? ഓക്കെ. അപ്പം നോമിനൽ ഡാമേജസും കണ്ടംപ്റ്റസ് ഡാമേജസും തമ്മിലൊരു ഡിഫറൻസ് മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായെങ്കിൽ ആരെങ്കിലും ഓഡിയോ ഓൺ ആക്കിയിട്ട് ആൻസർ പറയും. മനസ്സിലായി. ആ ഒരു ഡിഫറൻസ് പറയാൻ പറ്റുമോ രണ്ട് ഇതും തമ്മിലുള്ള? നോമിനൽ ഡാമേജസ് എന്ന് പറയുമ്പോൾ അവിടെ തീരെ ഡാമേജ് ഉണ്ടാവുന്നില്ല. ഉം. രണ്ടാമത്തേലാണെങ്കിൽ കുറച്ച് ഡാമേജ് ഉണ്ടാവുന്നുണ്ട്. ആ ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി തേർഡ് ഡാമേജ് പറയണേ കോമ്പൻസേറ്ററി ഡാമേജസ്. അതായത് എത്രയാണോ ഒരു ഡാമേജ് സഫർ ചെയ്ത പ്ലെയിൻറ്റിഫ് അത്രയും തന്നെ ഡാമേജസ് കോർട്ട് ഡിഫെൻഡന്റിന് അവാർഡ് ചെയ്യും. അതായത് ഒരാള് ഭയങ്കര റാഷ് ഡ്രൈവിങ് ചെയ്തിട്ട് ഒരു പെഡസ്ട്രിയനെ തട്ടുകയാണ്. ഇതിൽ ഇയാളുടെ കാല് ഒടിയാണ്. അപ്പൊ ആ കാല് ഒടിഞ്ഞത് മൂലം അയാൾക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ലോസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അത്രയും ഫിനാൻഷ്യൽ എത്രയാണോ പ്ലെയിൻറ്റിഫിന് നഷ്ടപ്പെട്ട പൈസ അത്രയും ഫിനാൻസ് കോടതി പറയും ഡിഫെൻഡന്റിനോട് നിങ്ങൾ ഇത് റീസ്റ്റോർ ചെയ്യണം, ഇത്രയും പൈസ തന്നെ അയാൾക്ക് കൊടുക്കണം എന്ന്. അതാണ് കോമ്പൻസേറ്ററി ഡാമേജസ്. അത് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യുക, അതാവുമ്പോൾ ക്ലാസ് പെട്ടെന്ന് പോവാം. ഓക്കെ, ഇനി മനസ്സിലായില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ പറയുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനി നാലാമത്തെ ഡാമേജസ് ആണ് അഗ്രവേറ്റഡ് ഡാമേജസ്. അതായത് നമ്മൾ കമ്മിറ്റ് ചെയ്ത ഒരു ടോർട്ട് ഉണ്ടാവും. ആ ടോർട്ടിനെക്കാളും അതിന്റെ ആ ഒരു ടോർട്ടിനെ ബേസ് ചെയ്തിട്ട് ഡിഫെൻഡന്റ് ആണല്ലോ ടോർട്ട് കമ്മിറ്റ് ചെയ്ത് പ്രൂവ് ചെയ്താൽ ഡിഫെൻഡന്റിന്റെ ഭാഗത്ത് തെറ്റുണ്ടാവുമല്ലോ. പ്ലെയിൻറ്റിഫിന് ഉണ്ടായ നമുക്ക് നമ്മൾ ചെയ്തൊരു തെറ്റ് കാരണം പ്ലെയിൻറ്റിഫിന് ഇവന്റ്സ് ഓഫ് ലോസസ് ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ ഡിഫമേഷൻ ചെയ്തു ഒരാൾ, അയാൾക്ക് മെന്റലി ഉള്ള ഡിസ്റ്റർബൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ അയാളുടെ ലോസ് ഓഫ് കോൺഫിഡൻസ്, അയാള് ഇനി അത് ജോലിയിൽ ബാധിക്കുന്നു, സമൂഹത്തിലുള്ള ഇമേജിനെ ബാധിക്കുന്നു. ഇങ്ങനെയുള്ള കുറേ ഒരു ടോർട്ട് ചെയ്തതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപക്ഷെ പ്ലെയിൻറ്റിഫ് അനുഭവിച്ചേക്കാം. അപ്പൊ അത്രയും പ്രശ്നങ്ങൾക്ക് അയാൾക്ക് എന്തോരം ഡാമേജസ് ഫ്യൂച്ചറിൽ ഉണ്ടാവും എന്ന് ഓൾറെഡി ഫോർസീ ചെയ്തുകൊണ്ട് ഒരു വലിയൊരു അവാർഡ്, വലിയൊരു ഡാമേജസ് ഡിഫെൻഡന്റിനോട് പറയും പ്ലെയിൻറ്റിഫിന് കൊടുക്കാൻ. അതാണ് ഈ അഗ്രവേറ്റഡ് ഡാമേജസ്. അത് മനസ്സിലായോ? ബാക്കി ആയിരിക്കും മനസ്സിലായിട്ടില്ല. മനസ്സിലായെങ്കിൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. ഓക്കെ, ഇനി രണ്ടാമത്തെ ഇതിലേക്ക് റെമഡിയിൽ പോവാണ്. അതിന്റെ പേര് ഇൻജങ്ഷൻ എന്നാണ്. ഞാൻ പറഞ്ഞു 3 റെമഡീസ് ആണ് അവൈലബിൾ. ജുഡീഷ്യൽ റെമഡീസ് മാത്രമാണ് ക്ലിനിക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഡാമേജസ് എന്നാണ് ഇൻജങ്ഷൻ. ഇത് ആക്ച്വലി നിങ്ങൾ റിയൽ ലൈഫിലും കേട്ടിട്ടുണ്ടാവും. റിസ്ട്രെയിൻഡ് ഓർഡർ ഗിവൻ ടു ഡിഫെൻഡന്റ് ടു സ്റ്റോപ്പ് ഡൂയിങ് ദ ടോർട്ട്. അതായത് ഒരു ഡിഫെൻഡന്റ് തുടർച്ചയായി ഒരു ടോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ എക്സാമ്പിൾ ട്രസ്പാസ് വെച്ച് പറയാം. ട്രസ്പാസ് എന്ന് പറയുന്നത് നമ്മൾ അനധികൃതമായി ഒരാളുടെ ലാൻഡിലേക്ക് കയറുക എന്നുള്ളതാണ്. ഓക്കെ, ഒരാൾ സ്ഥിരമായി വേറൊരാളുടെ ലാൻഡിലൂടെ എങ്ങോട്ടേക്കെങ്കിലും പോവുകയാണ്. അത് കാരണം ആ ലാൻഡ് ഓണറിന് ഒരു സ്പെസിഫിക് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവുകയാണ്. അപ്പം ഇയാള് ഈ ഒരു ലാൻഡിലൂടെ മൂവ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കോടതി ഒരു ഓർഡർ ഇറക്കും. നിങ്ങൾ ഈ ടോർട്ട് ചെയ്യുന്നത് ട്രസ്പാസ് ആണ്, അത് നിങ്ങൾ നിർത്തണം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ടോർട്ട് കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ടോർട്ടിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കോടതി ഒരു റിസ്ട്രെയിൻ ഓർഡർ പുറപ്പെടുവിക്കും. അതാണ് ഇൻജങ്ഷൻ എന്ന് പറയുന്നത്. ഇത് ഏറ്റവും റിലവന്റ് ട്രസ്പാസിലും നോയിസൻസിലും ആണ്. അത് മനസ്സിലായോ?
ഓക്കെ ഓക്കെ ഇതിൽ ടൈപ്സ് പറയുന്നുണ്ട്. ടൈപ്സ് ഒന്ന് പ്രോബിറ്ററി ആൻഡ് മെൻഡേറ്ററി ആണ്, മറ്റൊന്ന് പെർമനന്റും ടെമ്പററി ആണ്. ഓക്കെ, ഞാൻ ഫസ്റ്റ് പെർമനന്റും ടെമ്പററിന്റെയും ഇത് വെച്ച് പറയാം, എന്നിട്ട് മറ്റേതിലേക്ക് കടക്കാം. ടെമ്പററി എന്ന് പറയുന്നത് കോടതി ഒരു ഇഞ്ചക്ഷൻ, അതായത് ഒരു റിസ്ട്രെയിൻ ഓർഡർ പറയാണ്, പക്ഷെ ഒരു സ്പെസിഫിക് ടൈമിലേക്ക് മാത്രം. അതൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലാവും. ഇപ്പൊ ഒരു കപ്പിള് ഡിവോഴ്സ് ഫയൽ ചെയ്യാണ്, എന്തെങ്കിലും അവർ തമ്മിൽ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് ഉണ്ടാവും. അപ്പം കുറച്ച് കാലത്തേക്ക് ഈ ബിസിനസിന്റെ എന്താ നടത്തിപ്പിൽ നിന്ന് ഈ ഏതെങ്കിലും ഒരു പാർട്ട്ണർ മാറി നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്, ഒബ്വിയസ്ലി അതിന് തക്കതായ കാരണങ്ങൾ ഉണ്ടാണോ അങ്ങനെ ഒരു റിസ്ട്രെയിൻ ഓർഡർ ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ഓർഡർ ആവശ്യപ്പെട്ടുകൊണ്ട് പാർട്ട്ണറിന് കോർട്ടിനെ സമീപിക്കാം. അതാണ് അതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. ആൻഡ് ഓൾസോ ഇത് ഈ ഇഞ്ചക്ഷനിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കീഴില് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാൽ ഞാൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നമുക്ക് ഈ ഇഞ്ചക്ഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോർട്ടിന്റെ അടുത്ത് പോകാം, പക്ഷെങ്കിൽ കോർട്ടിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് ഈ ഇഞ്ചക്ഷൻ പുറപ്പെടുവിക്കണോ വേണ്ടയോ എന്നുള്ളത്. അതായത് ഫുള്ളി ഒരു ജുഡീഷ്യൽ റെമഡി മാത്രമാണ് ഇഞ്ചക്ഷൻ, അല്ലാതെ കോടതിന്റെ ഡിസ്ക്രിപ്ഷന്റെ അപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു ടെമ്പററി ഇഞ്ചക്ഷൻ മനസ്സിലായോ? മനസ്സിലായെങ്കിൽ റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ആരെങ്കിലും ഓഡിയോ ഓൺ ആക്കിയിട്ട് എവിടെയാ ഡൗട്ട് എന്ന് പറ, അല്ലെ ഒന്നുകൂടി പറയണമെങ്കിൽ അതും പറ. ഒന്നുകൂടെ പറയോ? ഓക്കെ, പറയാം. അതായത് ടെമ്പററി ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് കാര്യത്തിൽ നിന്ന് ഒരു സ്പെസിഫിക് ടോട്ട് ചെയ്യലിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണം. ഓക്കെ, അതാണ് ബേസിക്കലി ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ആ ഒരു ടോർട്ട് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യുന്നതിൽ നിന്ന് ഒരു സ്പെസിഫിക് ടൈമിൽ, ഫോർ എക്സാമ്പിൾ ഒരു വർഷത്തേക്കോ അല്ലെങ്കിൽ 6 മാസത്തേക്കോ അയാളെ സ്റ്റോപ്പ് ചെയ്യും. അതാണ് ഈ ടെമ്പററി ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എന്താ പ്രൊഹിബിറ്ററി എന്തായിരുന്നു? ഇല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്ന പെർമനന്റും ടെമ്പററി ആണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രോബിറ്ററിയിലും ഇതിലേക്കും മൂവ് ചെയ്യാന്നാ പറഞ്ഞത്. ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ടെമ്പററി ഇഞ്ചക്ഷനിൽ? ഇല്ലെങ്കിൽ ഒന്ന് റിയാക്ട്. ഓക്കെ, ഇനി പെർമനന്റ് ഇൻജക്ഷൻ, അതായത് ഒരാൾ ഒരു ടോർട്ട് ചെയ്യാണ്, അയാളെ സ്ഥിരമായി ആ ടോർട്ട് ചെയ്യുന്നതിൽ നിന്ന് ഒരു എന്താ പറയാ, അയാളുടെ ജീവിതകാലം മൊത്തം കോർട്ട് ഓർഡർ പുറപ്പെടുവിക്കുകയാണ്, നിങ്ങൾ ഈ ഒരു ടോർട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം, അപ്പൊ കുറച്ചുകൂടി മനസ്സിലാവും. ഇപ്പം ഒരാള് ബിക്ക് അയാളുടെ ഫ്ലാറ്റ് റെന്റിന് കൊടുക്കുകയാണ്, പക്ഷെ എന്നാൽ ബി മര്യാദയ്ക്ക് റെന്റ് പൈസയൊന്നും കൊടുക്കുന്നില്ല. അപ്പം എക്ക് കോർട്ടിന്റെ അടുത്തേക്ക് പോയിട്ട് പറയാം ദാറ്റ് ഇയാള് എന്റെ പ്രോപ്പർട്ടി റെന്റ് ചെയ്തിട്ട് പൈസ തരുന്നില്ല, ഇയാളെ ഇവിടുന്ന് ഒഴിവാക്കണം എന്നുള്ള രീതിയിൽ. അപ്പം കോർട്ടിന് അത് ഈ എന്റെ പ്ലെയിൻറ്റിഫിന്റെ ആവശ്യം റീസണബിൾ ആണെന്ന് കാണുന്ന സ്ഥലത്ത് ഒരു റിസ്ട്രെയിൻ ഓർഡർ ഇഞ്ചക്ഷൻ പുറപ്പെടുവിക്കാം, ദാറ്റ് നിങ്ങൾ കാലാകാലത്തേക്ക് ഇവിടുന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞിട്ട്. അതാണ് പെർമനന്റ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. അത് മനസ്സിലായോ? ഓക്കെ, ഇനിയാണ് പ്രോബിറ്ററിയും മെൻഡേറ്ററി ഇഞ്ചക്ഷനിലും പോവാണ്. മെൻഡേറ്ററി ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ടോർട്ട് കമ്മിറ്റ് ചെയ്തു, ആ കമ്മിറ്റ് ചെയ്ത ടോർട്ടില് ഒരു ഡിഫൻഡന്റ് ആണല്ലോ കമ്മിറ്റ് ചെയ്യുന്നത്, ആ ടോർട്ടിന് കോമ്പൻസേറ്ററി എന്നല്ല, ആ ടോർട്ടിന് ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ആക്ട് ചെയ്തിട്ട് ചെയ്യാന് കോർട്ട് ഓർഡർ ചെയ്യുന്നതാണ് മെൻഡേറ്ററി ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു ഫ്ലാറ്റ്, ഫ്ലാറ്റിന്റെ ഒരു എക്സാമ്പിൾ തന്നെ പറയാം. ഒരു ഫ്ലാറ്റിന്റെ സ്പേസ് ബിക്ക് റെന്റ് ചെയ്യാണ്, ഇവിടെ താമസിക്കാം. പക്ഷെ ഒബ്വിയസ്ലി റെന്റിന് ഒരു സ്ഥലം കൊടുക്കുമ്പോൾ ഒരുപാട് റൂൾസ് ഉണ്ടാവല്ലോ. ആ റൂൾസിൽ ഒന്നാണ് ഈ ഒരു രീതിയിലുള്ള ഒരു ഓൾട്രേഷനും ഈ ഫ്ലാറ്റിൽ കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെങ്കിൽ ഈ ബി ആണെങ്കിൽ എന്റെ ഫ്ലാറ്റിൽ എന്റെ അറിവോടെ അല്ലാതെ
ഇന്റീരിയേഴ്സിലൊക്കെ ഭയങ്കര ഓൾട്രേഷൻ കൊണ്ടുവരുന്നു. ആ സമയത്ത് എക്ക് ഒബ്വിയസ്ലി കോർട്ടിൽ പോയിട്ട് ഇങ്ങനെ ഒരു റിസ്ട്രെയിൻ ഓർഡർ ഇൻജങ്ഷൻ ആവശ്യപ്പെടാം. അപ്പൊ കോർട്ട് എന്താ ബിനോട് പറയും, നിങ്ങൾ ഈ ഇങ്ങനെ ഓൾട്ടർ ചെയ്ത ഇന്റീരിയേഴ്സ് ഒക്കെ തിരിച്ച് റീസ്റ്റോർ ചെയ്യണം. ഈ എങ്ങനെയാണോ ഇയാൾ നിങ്ങൾക്ക് റെന്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു രീതിയിൽ റീസ്റ്റോർ ചെയ്യണം എന്ന് പറയും. അപ്പം ബി ചെയ്യുന്നത് ആക്ച്വലി ഒരു പോസിറ്റീവ് ആക്ട് ആയിട്ടാണ് കരുതുന്നത്. ആ ഒരു രീതിയിലുള്ള റിസ്ട്രെയിൻ ഓർഡർ ഇൻജക്ഷനെയാണ് മെൻഡേറ്ററി ഇൻജങ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ടോർട്ട് കമ്മിറ്റ് ചെയ്തു, ഡിഫൻഡന്റ് കമ്മിറ്റ് ചെയ്യാണ്, ആ കമ്മിറ്റ് ചെയ്ത ടോർട്ടിനെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി കുറച്ച് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആക്ട് ചെയ്യാൻ കോർട്ട് തന്നെ ഒരു ഓർഡർ പുറപ്പെടുവിക്കുന്നത്. അത് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ എവിടെയാ ഡൗട്ട് എന്ന് ചോദിക്കാം. ഡൗട്ട് അതിന് ഡാമേജസ് എങ്ങനെ വരുന്നത്, അല്ല ഇൻജെക്ഷൻ എങ്ങനെ വരുന്നത്, അതിന് പരിഹാരമായിട്ട് എന്താണ് കോർട്ട് പറയാ? എങ്ങനെ? എനിക്ക് ഡൗട്ട് മനസ്സിലായില്ല, ഒന്നുകൂടി ചോദിക്കോ? ടെമ്പററി എന്ന് പറയുമ്പോൾ ഒരു ഡ്യൂറേഷനില് ടെമ്പററി ആയിട്ട് ഒരു പീരീഡ് ഓഫ് ടൈമിന് മാത്രം ഉള്ള ഇൻജെക്ഷൻ ആണ്. അതുപോലെ മാൻഡേറ്ററിയിൽ എങ്ങനെയാണ് വരിക? ഓ, അതായത് ഈ പെർമനന്റും ടെമ്പററി ഇൻജെക്ഷൻസിലും ടൈപ്സ് ഓഫ് ഇൻജെക്ഷൻസ് വരുമല്ലോ. അങ്ങനെയാണ് ഈ പ്രോബിറ്ററിയും മെൻഡേറ്ററിയും വരുന്നത്. അതാണ് ഞാൻ ആദ്യം പെർമനന്റും ടെമ്പററിയും പറഞ്ഞത്. പക്ഷെ ക്ലീക്ക് വേണ്ടി അത്രയും ഇതിന്റെ ഓരോ ക്ലാസിഫിക്കേഷനും ഓരോ ഹൈറാർക്കി മോഡിൽ പഠിക്കാൻ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നോട്ട്സ് എഴുതിയതും. മനസ്സിലായോ? നിങ്ങളോട് മാക്സിമം ചോദിക്കാൻ പോകുന്നത് ലൈക്ക് ടെമ്പററിനെ കുറിച്ച് ഇത്ര സ്പെസിഫിക് ടൈം പീരീഡ് പറയുന്നതാണ്. പെർമനന്റ് എന്താ ടൈം പീരീഡ്, അങ്ങനെ ഒരു സ്പെസിഫിക് ടൈം പീരീഡ് ഇല്ല, കാലാകാലത്തേക്കുള്ളതാണ്. പ്രോബിറ്ററി ജസ്റ്റ് അതിന്റെ ഒരു ബേസിക് ഡെഫിനിഷൻ പഠിച്ചാൽ മതി നിങ്ങൾക്ക് ക്ലീക്ക്. അങ്ങനെ ബേസിക് ആയിട്ട് പ്രൊഹിബിറ്ററിക്കും മാൻഡേറ്ററിക്കും എന്താ പറയാ? ഡെഫിനിഷൻസോ? ഡെഫിനിഷൻസ് ആണോ ചോദിക്കുന്നത്? അല്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്താ പറയാ? അതാണ് ഞാൻ പറഞ്ഞത്. മെൻഡേറ്ററി എന്ന് പറയുന്നത് ഒരു ടോർട്ട് കമ്മിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് അതിനെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി കോർട്ട് ഓർഡർ ചെയ്യും ഈ ഡിഫൻഡന്റിനോട്, നിങ്ങൾ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആക്ട് ചെയ്യണം എന്ന്. അതാണ് ഈ മെൻഡേറ്ററി ഇൻജെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കിയുള്ളവർക്ക് മനസ്സിലായോ? ഡൗട്ട് ചോദിച്ച ആള് റിയാക്ട് ചെയ്ത്, ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താ? മനസ്സിലായെങ്കിൽ റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ആരെങ്കിലും ഓഡിയോ ഓൺ ആക്കിയിട്ട് എവിടെയാ ഡൗട്ട് എന്ന് പറയും. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണോ ഇത്? മനസ്സിലാവാനിട്ടാണോ ഇനി ആരും റിയാക്ട് ചെയ്യാത്ത? എനിക്ക് നിങ്ങൾ ഒരു രീതിയിലും റിയാക്ട് ചെയ്തില്ല, എനിക്ക് മനസ്സിലാവാൻ പോകുന്നില്ല നിങ്ങൾക്ക് എവിടെയാ ഇത് ഡൗട്ട്. ഹലോ, പറ. ഇതെന്താ വെച്ചാല് ഒന്ന് ഇതില് നിങ്ങളെ സ്ക്രീൻ ഒന്ന് കാണാൻ മാർഗമുണ്ടോ? ആ ഒരു നോട്ട്സ് ആണോ? നോട്ടൊന്ന് അതിൽ ഡൗട്ട് ചോദിക്കാനായിരുന്നു. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പൊ കാണാൻ പറ്റുന്നില്ലേ? ഇതില് മാൻഡേറ്ററി ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്, ഇതില് നമ്മൾ പരാതിക്കാരനാണോ അതോ ഇപ്പൊ നമ്മൾ ഒരാൾക്ക് ഡിഫൻഡന്റിനെതിരെയല്ലേ പരാതി കൊടുക്കുക? പരാതിക്കാരി ഡിഫൻഡന്റ് അല്ലേ? അപ്പോ അവരാണോ അവർക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും എക്സ്പ്ലനേഷൻ കോടതിക്ക് മുമ്പ് ബോധിപ്പിക്കാൻ ഉണ്ടെങ്കിലാണോ
പോലെ കോടതി ഓർക്കെതിരെ പുറപ്പെടുവിക്കേണ്ട ഈ ഒരു അവസരമാണത്. അതായത് ഞാൻ പറയാം, ഡിഫൻഡന്റ് ഒരു തെറ്റ് ചെയ്തെന്ന് കോടതിക്ക് പ്രൂവ് പ്രൂവൺ ആയി. ആ ഒരു ആ അവസ്ഥയിൽ ഡിഫൻഡന്റിനോട് കോർട്ട് ആവശ്യപ്പെടും, നിങ്ങൾ എന്തെങ്കിലും ഈ ഒരു നഷ്ടം വരുത്തിയല്ലോ ആ പ്ലെയിൻറ്റിഫിന്, ആ ഒരു നഷ്ടം വരുത്തിയതിനെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി ആ ചില പോസിറ്റീവ് ആക്ട് ചെയ്യാൻ പറയും. ആ ആ അതാണ് ഓക്കെ മാൻഡേറ്ററി ആ ഇഞ്ചക്ഷൻ. ഓക്കെ ഇനി ഓക്കെ ഇനി നിങ്ങളുടെ ഡൗട്ട് എനിക്ക് തോന്നുന്നു ഈ പെർമനന്റ് ടെമ്പററി ഇഞ്ചക്ഷൻസിനും ഇതും അതായത് മാൻഡേറ്ററി ഇഞ്ചക്ഷൻ ബൈ നേച്ചർ പെർമനന്റ് ആണോ ടെമ്പററി ആണോ, ആ അത്രയും ഡീപ്പ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് നിങ്ങൾ പഠിക്കേണ്ട ക്ലിക്ക്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ ഓക്കെ ഓക്കെ ബേസിക്കലി ഇഞ്ചക്ഷൻ ബൈ നേച്ചർ ഇറ്റ് സെൽഫ് മാൻഡേറ്ററി എന്നൊക്കെ പറയുന്ന ഒരു ഇതൊക്കെ ഉണ്ട്. പക്ഷെ അതിലേക്കൊന്നും അത്രയും ക്ലിക്ക് വേണ്ടി പഠിക്കേണ്ട ആവശ്യമില്ല. ആ ഓക്കെ ഓക്കെ ഓക്കെ, ഇനി ആർക്കും ഡൗട്ട് ഉണ്ടോ? മനസ്സിലായെങ്കിൽ നിങ്ങൾ റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എനിക്ക് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാൻ ആണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ ഓക്കെ ഇനി പ്രോബിറ്ററി ഇഞ്ചക്ഷൻ എന്താന്ന് പറഞ്ഞുതരാം. പ്രോബിറ്ററി ഇഞ്ചക്ഷന് പ്രിവെന്റീവ് ഇഞ്ചക്ഷൻ എന്നും പറയാം. അതായത് ഒരാൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടോർട്ട് ചെയ്ത് നോക്കുന്ന അവസ്ഥയിൽ അയാളടുത്ത് ഇനി നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അയാൾ ആ ഒരു ആക്ഷൻ പ്രോബിറ്റ് ചെയ്യുന്നു, പ്രിവെന്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, എ ബിന്റെ ലാൻഡിൽ സ്ഥിരമായിട്ട് ട്രെസ്പാസ് ചെയ്യാണ്. അപ്പം ബിക്ക് അത് ഡിസ്റ്റർബൻസ് ആവുന്നതുകൊണ്ട് കോർട്ടിൽ പോകുന്നു. ഇനി അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഒരു കോർട്ട് ഓർഡർ ഉണ്ടാക്കുന്നു. അതാണ് പ്രോബിറ്ററി ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഈ ടെമ്പററി പെർമനന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അതൊരു ടൈം പീരീഡിന്റെ ഇതിൽ വെച്ചിട്ട് ഉണ്ടായ ക്ലാസിഫിക്കേഷൻ ആണ്. മാൻഡേറ്ററി പ്രോബിറ്ററി എന്ന് പറയുന്നത് ആ ഒരു എന്താ ഡാമേജസിനെ റീസ്റ്റോർ ചെയ്യുന്ന രീതിയാണ്. മാൻഡേറ്ററിയിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആക്ട് ചെയ്യാൻ ഡിഫൻഡന്റിനോട് കോർട്ട് പറയും. ഈ പ്രോബിറ്ററിയിൽ പ്രിവെന്റ് ചെയ്യും, ഡിഫൻഡന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോർട്ടിൽ നിന്ന് അയാളെ പ്രിവെന്റ് ചെയ്യും. അത് മനസ്സിലായോ? ഒരു ഡൗട്ട്. ഓക്കെ, ചോദിക്കും. ഈ ഇഞ്ചക്ഷന് പറയുന്നത് ഏത് ടൈപ്പ് ഡാമേജസിലാണ് അവർ പറയാ? എന്തായാലും ചെറിയ എന്തെങ്കിലും ഡാമേജസ് അല്ല, എന്തെങ്കിലും ടോർട്ട് അല്ല, എന്ത് ടൈപ്പ് ടോർട്ട് ചെയ്യുമ്പോൾ ചെറിയ എന്തെങ്കിലും ട്രെസ്പാസ് ഒക്കെ ചെയ്യുന്ന സമയത്ത്, സമയത്തല്ലേ ഒരാളെ പ്രിവെന്റ് ചെയ്യാൻ പ്രിവെന്റീവ് ഇതൊക്കെ ഇഞ്ചക്ഷൻ ഒക്കെ പുറപ്പെടുവിക്കും. മനസ്സിലായോ? ഞാൻ എന്നാലും അടുത്ത ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്തോട്ടെ. ഓക്കെ ഇനി മൂന്നാമത്തെ റെമഡിയാണ് പറയാനുള്ളത്, സ്പെസിഫിക് റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് പ്രോപ്പർട്ടി. അതായത് ഒരു അൺജസ്റ്റ് ഒരു പ്രോപ്പർട്ടീന്റെ ഇൻവോൾവ്മെന്റ് ഇതിലുണ്ട്. ഓക്കെ, എല്ലാവരും ജസ്റ്റ് ആ ഒരു ഡെഫിനിഷൻ വായിച്ചോ കേട്ടോ. അതായത് ഒരാള് ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ അതിന്റെ എൻജോയ്മെന്റ് ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അയാളുടെ ഒരു അവകാശമാണ്. ആ ഒരു എൻജോയ്മെന്റ് ഓഫ് പ്രോപ്പർട്ടി എന്ന അവകാശത്തിൽ നിന്ന് അയാൾ ഏതെങ്കിലും രീതിയിൽ ഡിപ്രൈവ് ചെയ്യാണ് വേറൊരാൾ വേറൊരു ഡിഫൻഡന്റ് ചെയ്യുന്ന ഒരു ടോർഷ്യസ് ആക്ട് കാരണം. അപ്പം അങ്ങനെ ഒരു ആക്ട് കാരണം അയാളുടെ ഒരു റൈറ്റ് ഇല്ലാതാവുകയാണല്ലോ അവിടെ. ആ ഒരു ഫയല് ഇതില് കോർട്ടിലേക്ക് ബ്രിങ് ചെയ്യുമ്പോൾ ഈ റോങ് ഡൂർ ആരാണോ ഈ ഒരു ടോർഷ്യസ് ആക്ട് ചെയ്തത് അയാളോട് ഈ ഒരു പ്രോപ്പർട്ടി ഇതിന്റെ ഓണർ ആരാണോ അവരിലേക്ക് റീസ്റ്റോർ ചെയ്യാൻ ഒരു ഓർഡർ, ഒരു ഇൻജങ്ഷന് കോർട്ട് പുറപ്പെടുവിക്കും. അതാണ് സ്പെസിഫിക് റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടിന്റെ കാര്യം എന്ന് പറയുമ്പോൾ ഈ മൂവബിൾ പ്രൊഡക്ട്സ് ഗുഡ്സിലും ഇത് അപ്ലിക്കബിൾ ആണ്, ഇമ്മൂവബിൾ ഗുഡ്സിലും അപ്ലിക്കബിൾ ആണ്. അത് മനസ്സിലായോ? ഇപ്പം ഞാൻ വേറൊരു എക്സാമ്പിളും കൂടി വെച്ച് പറയാം. എന്തെങ്കിലും ഒരു സാധനങ്ങൾ ആരെയും എന്തോ ഒരു സാധനം അയാൾ എവിടെയെങ്കിലും കളഞ്ഞു പോവാണ്. അപ്പം അത് വേറൊരാള് ഒരു കേസിൽ റോങ് ഡൂവർ അതെടുത്തിട്ട് സ്വന്തം മുതലെന്ന രീതിയിൽ അയാളുടെ പക്കൽ വെക്കുകയാണ്.
അപ്പൊ അയാളുടെ പക്കൽ വെക്കുമ്പോൾ ഇതിന്റെ റൈറ്റ്ഫുൾ ഓണറിന് ഒബ്വിയസ്ലി ഒരു ഇൻജസ്റ്റിസ് അയാൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ റൈറ്റ്ഫുൾ ഓണറിന് ഒരു ഫയൽ സ്യൂ ചെയ്യാം, എന്റെ സാധനങ്ങൾ ഇയാളാ എടുത്തു വെച്ചേക്കാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ കോർട്ട് ഈ ഒരു കേസ് തെളിയുകയാണെങ്കിൽ ഒരു സ്പെസിഫിക് രജിസ്ട്രേഷൻ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു ഇൻജക്ഷൻ ഓർഡർ ചെയ്യും. അതിലൂടെ ഈ സാധനങ്ങൾ റൈറ്റ്ഫുൾ ഓണറിന്റെ കയ്യിലേക്ക് എത്തും. ഓക്കെ. പിന്നെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ലോയില് ഈ ഒരു സ്പെസിഫിക് രജിസ്ട്രേഷൻ ഓഫ് പ്രോപ്പർട്ടി പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളാണ് സെക്ഷൻ 6 ആൻഡ് സെക്ഷൻ 7 ഓഫ് ദി സ്പെസിഫിക് റിലീഫ് ആക്ട് 1963. അത് നിങ്ങൾ ബൈ ഹാർട്ട് ആക്കി പഠിക്കേണ്ട കാര്യമാണ്. മനസ്സിലായെങ്കിൽ റിയാക്ട് ചെയ്യുക, മനസ്സിലായില്ലെങ്കിൽ ഡൗട്ട് വയ്ക്കാം. ഓക്കെ. ഇത് ടോർട്ടിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ജനറൽ ഡിഫൻസസ് അവൈലബിൾ ഇൻ ടോർട്ട്. ഇത് 9 ജനറൽ ഡിഫൻസസ് ഉണ്ട്, പക്ഷെ ഇന്ന് ഞാൻ ഒരു 4 പഠിപ്പിക്കുന്നത്. ഓക്കെ. ഇതില് ജനറൽ ഡിഫൻസ് എന്താണ് ബേസിക്കലി പറഞ്ഞുതരാം. നമുക്കെതിരെ ഒരാൾ ഒരു ഫയൽ സ്യൂ ചെയ്യാണ്, ഇന്നയാള് എൻ്റെ ഓക്കെ ഫോർ എക്സാമ്പിൾ എ ബിനെ കുറിച്ച് ഒരു ഫയൽ സ്യൂ ചെയ്യാണ്, ബി എൻ്റെ പ്രോപ്പർട്ടിയിൽ ട്രസ്പാസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ബി ഒരു പക്ഷെ ട്രസ്പാസ് ചെയ്തത് എന്റെ പ്രോപ്പർട്ടി തീ പിടിച്ചു, അപ്പം അത് അവിടെയുള്ള ആൾക്കാരെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബി ട്രസ്പാസ് ചെയ്തതെന്ന് വിചാരിക്കാം. അപ്പം ഇത് ഞാനൊരു ക്വസ്റ്റ്യൻ പോലെ നിങ്ങളോട് ചോദിക്കുകയാണ്, ആ ഒരു സ്ഥലത്ത് നിങ്ങൾ കരുതുന്നുണ്ടോ ബീന്റെ പേരിൽ ഒരു ഫയൽ സ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ബി ഏതെങ്കിലും രീതിയിൽ കോർട്ടിന് നിങ്ങൾ ട്രസ്പാസ് ചെയ്തു, ഡാമേജസ് നിങ്ങൾ ഒരു ഡാമേജ് കോസ് ചെയ്തിട്ടുണ്ട്, അപ്പം ഇത്രയും ഡാമേജസ് കോമ്പൻസേറ്ററി ആയിട്ട് നിങ്ങൾ എക്ക് കൊടുക്കണം എന്ന് പറയുന്നതിൽ ജസ്റ്റിസ് ഉണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? ക്വസ്റ്റ്യൻ അല്ലേ റിപ്പീറ്റ് ചെയ്യേണ്ടത്? അതെ. ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല്, ഇപ്പം എന്റെ പ്രോപ്പർട്ടി, എന്റെ വീട് തീ പിടിക്കുകയാണ്. ആ ഒരു സമയത്ത് എന്റെ പ്രോപ്പർട്ടി തീ പിടിക്കുന്ന സമയത്ത് ബി ആ ഒരു പ്രോപ്പർട്ടിയിൽ കയറിയിട്ട് ആ തീ പിടിച്ച സ്ഥലവും അവിടുത്തെ ആൾക്കാരൊക്കെ റെസ്ക്യൂ ചെയ്യാണ്. അപ്പൊ റെസ്ക്യൂ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് എ കോർട്ടിൽ ഒരു ഫയൽ സ്യൂ ചെയ്യാണ്, ദാറ്റ് ബി എൻ്റെ പ്രോപ്പർട്ടിയിൽ ട്രസ്പാസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അവിടെ ബി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്, ഒരു ടോർട്ട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല. ഓക്കെ. അതായത് ഓക്കെ, ടോർട്ട് കമ്മിറ്റ് ചെയ്തു എന്ന് ചോദിച്ചാല് പ്രത്യക്ഷത്തിൽ അയാൾ ചെയ്തത് ഒരു ട്രസ്പാസ് ആണ്, പക്ഷെങ്കിൽ അയാൾ അത് ചെയ്യാൻ നിർബന്ധിതനായ ഒരു സാഹചര്യത്തിലാണ് അയാൾ ചെയ്തത്. സോ ആ സമയത്ത് അയാൾക്ക് എക്സ്ക്യൂസ് എടുക്കാം. ഈ എക്സ്ക്യൂസസിനെയാണ് ജനറൽ ഡിഫൻസസ് ഇൻ ടോർട്ട് എന്ന് പറയുന്നത്. ഈ ഒരു തെറ്റ് എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചെയ്തു എന്ന് ഇയാൾക്ക് തെളിയിക്കണം. ഇങ്ങനെയുള്ള എക്സ്ക്യൂസസിനെയാണ് ബേസിക്കലി ജനറൽ ഡിഫൻസസ് ഇൻ ടോർട്ട് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ ബി പ്രൂവ് ചെയ്യണം ദാറ്റ് ഞാൻ അവിടെ തീപിടുത്തം ഉണ്ടായതുകൊണ്ട് അവിടുത്തെ ആൾക്കാരെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ട്രസ്പാസ് ചെയ്തത്. അത് ബി എടുക്കുന്ന ഒരു എക്സ്ക്യൂസ് ആണ് ബേസിക്കലി. ആ അങ്ങനെയുള്ള എക്സ്ക്യൂസസിനെയാണ് ജനറൽ ഡിഫൻസസ് ഇൻ ടോർട്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 9 ജനറൽ ഡിഫൻസസ് ഉണ്ടാവും. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറി എന്നാണ്. ആ ഒരു ഡെഫിനിഷൻ എല്ലാവരും വായിച്ചോട്ടോ. അത് ഞാൻ ചുരുക്കിയിട്ട് പറഞ്ഞുതരാം. നമ്മൾ എന്തെങ്കിലും ഒരു ഹാം സഫർ ചെയ്യാണ്, നമ്മൾ കൺസെന്റോടെയാണ് ചില ഹാം സഫർ ചെയ്യുന്നത്. അങ്ങനെയുള്ള അവസ്ഥകളിലാണെങ്കിൽ നമുക്കെതിരെ ഒരാൾ ഫയൽ സ്യൂ ചെയ്താലും അത് നിലനിൽക്കില്ല. ഓക്കെ, ഞാൻ എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു കാർ റേസ് കാണാൻ പോവാണ്. ആ കാർ റേസ് കാണുമ്പോൾ ഒബ്വിയസ്ലി
ചില റിസ്ക് ഉണ്ടല്ലോ, ചിലപ്പം കാർ എന്തെങ്കിലും ആക്സിഡന്റ് ആയി നിങ്ങൾക്ക് എന്തെങ്കിലും പാർട്ടൊക്കെ ആക്സിഡന്റ് ആയി നിങ്ങളുടെ മേത്ത് തെറിക്കാം, അങ്ങനെയുള്ള കുറച്ച് റിസ്ക് ഉണ്ട്. ആ ഒരു റിസ്ക് എലമെന്റ്സ് എല്ലാം അറിഞ്ഞിട്ടാണ് നിങ്ങൾ ആ കാർ റേസ് കാണാൻ പോകുന്നത്. ഇപ്പം ഇപ്പം എന്താ പാരഷൂട്ടിനും പാരാഗ്ലൈഡിങ്ങിനും അതിന്റെയൊക്കെ മുമ്പ് ചില സർട്ടിഫിക്കറ്റ് ഒക്കെ സൈൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവല്ലോ. അങ്ങനെയുള്ള റിസ്ക് ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്യാൻ തയ്യാറായാൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങനെയുള്ള എന്റർടൈൻമെന്റ് കാര്യങ്ങളൊക്കെ എന്താ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. എന്റർടൈൻമെന്റിന്റെ കാര്യം മാത്രമല്ല, ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു മെഡിക്കൽ സർജറിന്റെ കാര്യമായാലും ചില സമയത്ത് സർജറിന്റെ റിസ്ക് മരണത്തിൽ വരെ എത്തുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ റിസ്ക് നിങ്ങൾ ഫേസ് ചെയ്യാൻ കൺസെന്റ് കൊടുക്കുന്ന അവസ്ഥ, ആ അവസ്ഥയിൽ നിങ്ങളൊരു ഓപ്പറേഷന് പോവാണ്. പക്ഷെ അതിനൊരു എന്താ നിങ്ങൾ ചിലപ്പോൾ മരിച്ചേക്കാം എന്നുള്ളൊരു റിസ്ക് ഉണ്ട്. എന്നിട്ട് ഓപ്പറേഷൻ ചെയ്തു, നിങ്ങൾ മരിച്ചു. അപ്പൊ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് കോടതിയിൽ ഫയൽ സ്യൂ ചെയ്യാം. പക്ഷെങ്കിൽ ഡോക്ടറിന് എടുക്കാൻ പറ്റുന്ന ഒരു എക്സ്ക്യൂസ് ആണ്, ഞാൻ ഇയാളുടെ കൺസെന്റോടെയാണ് ഈ സർജറി ചെയ്തത് എന്ന് പറഞ്ഞിട്ട്. അതിനെയാണ് അങ്ങനെയുള്ള എക്സ്ക്യൂസസിനെയാണ് വോളണ്ടറി, അതല്ലെങ്കിൽ ജനറൽ ഡിഫൻസസിനെയാണ് വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറി എന്ന് പറയുന്നത്. അത് മനസ്സിലായോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനിക്കെന്തോ ഞാൻ കുറച്ച് സ്പീഡിൽ പോയ പോലെ തോന്നി, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ആർക്കും ഡൗട്ട് ഇല്ലെങ്കിൽ ഇതിലൊരു പോയിന്റും കൂടി പറയാനുണ്ട്. ഈ ഒരു ഡിഫൻസിന് എക്സെപ്ഷൻ ഉണ്ട്. റെസ്ക്യൂ കേസസ് ആൻഡ് ഹാം ഡ്യൂ ടു നെഗ്ലിജൻസ് ആൻഡ് അൺഇൻഫോംഡ് റിസ്ക്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഓപ്പറേഷൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പറയാം, അതാകുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാക്കാൻ എളുപ്പം. നിങ്ങളടുത്ത് ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഈ ഡോക്ടർ ഇതിന്റെ റിസ്ക് ഒന്നും പറഞ്ഞു തരുന്നില്ല, ഒന്നും ഇതിന് ഈ ഓപ്പറേഷൻ ചെയ്യും, ഇതിന്റെ റിസൾട്ട് ഇതാണ്, പക്ഷെങ്കിൽ ഇതിന്റെ ബാക്കി ഇത് റിസ്ക് ഒക്കെ ഉണ്ടാവുമല്ലോ ഒരു ഓപ്പറേഷന്, അതൊന്നും നിങ്ങൾ ഇൻഫോം ചെയ്യുന്നേ ഇല്ല. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ഒരു ഫയൽ സ്യൂ ചെയ്യാൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ആ ഓപ്പറേഷൻ കാരണം എന്തെങ്കിലും ഒരു റിസ്ക് സാധനം സംഭവിച്ചു, പക്ഷെ നിങ്ങൾ അതിനെക്കുറിച്ച് അൺഇൻഫോംഡും ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഒരു ഫയൽ നിങ്ങൾ സ്യൂ ചെയ്യാണ്, ഇന്നേ ഡോക്ടർ ഈ ഒരു ഓപ്പറേഷൻ ചെയ്തതിലൂടെ എനിക്ക് ഇത്തരം നഷ്ടങ്ങൾ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഡോക്ടറിന് ജനറൽ ഡിഫൻസ് എന്ന രീതിയിൽ വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറി കൊടുക്കാം. പക്ഷെ അത് വാലിഡ് ആയിരിക്കില്ല, കാരണം ഡോക്ടർ ഒരിക്കലും നിങ്ങളെ ഇൻഫോം ചെയ്തിട്ടില്ല ഇത്രയും റിസ്ക് ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് മനസ്സിലായോ? പറയോ? ഓക്കെ 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 ഓക്കെ. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? ഇവിടെ മഴ ആയതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ എത്രത്തോളം വോയിസ് ക്ലിയർ ആണ്. വോയിസ് ക്ലിയർ ആണോ? ഓക്കെ. അതായത് ഈ ഡിഫൻസ് എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് ഈ എക്സെപ്ഷൻസ് ആയിട്ട് പറയുന്നത്. എക്സെപ്ഷൻസ് എന്താന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു അതായത് നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരു സർജറിയിൽ ഒരു പേഷ്യൻ്റ് ആണെന്ന് കരുതുക. ഇപ്പം സർജറി ചെയ്യാൻ നിങ്ങളടുത്ത് ഡോക്ടർ പറയാണ്. അപ്പം ആ ഒരു സർജറിന്റെ എല്ലാ റിസ്ക്കും നിങ്ങളെ ഇൻഫോം ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഡോക്ടറിനുണ്ട്. പക്ഷെ നിങ്ങൾ ആ റിസ്ക് ഡോക്ടർ അറിയിക്കുന്നില്ല. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഓപ്പറേഷൻ കാരണം നിങ്ങൾക്ക് ഈ ഓപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള ഒരു റിസ്ക് എലമെന്റ് നിങ്ങൾക്ക് സംഭവിക്കുകയാണ്. ആ ഒരു സമയത്ത് നിങ്ങൾ ഫയൽ സ്യൂ ചെയ്യുമ്പോൾ കോർട്ടിൽ ഡോക്ടറിന് വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറി എന്നുള്ള ജനറൽ ഡിഫൻസ് എടുക്കാൻ പറ്റില്ല. കാരണം അയാൾ നിങ്ങൾ ഇൻഫോം ചെയ്തിട്ടുണ്ടാവില്ല. ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു റിസ്ക് നിങ്ങൾ ഇൻഫോംഡ് അല്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ കൺസെന്റ് കിട്ടിയെന്നും പറയാൻ പറ്റില്ല. അപ്പം ഈ ഒരു ഡിഫൻസ് നിലനിൽക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, ഈ നെഗ്ലിജൻസ് ഇപ്പൊ ഇതില് റെസ്ക്യൂ കേസസ് ആൻഡ് ഹാം ഡ്യൂ ടു നെഗ്ലിജൻസ് എന്നും പറയുന്നുണ്ട്. നെഗ്ലിജൻസ് എന്ന് പറയുമ്പോൾ ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു പാരഷൂട്ടിൽ പോവാണ്. അപ്പൊ അവിടെ ഇവരുടെ ഒരു പാരഷൂട്ടിന്റെ സെറ്റിംഗ് അപ്പിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റി, അത് കാരണം നിങ്ങൾക്കൊരു അവരുടെ സെറ്റിംഗ് അപ്പിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റുന്നതെന്ന് പറഞ്ഞാൽ ബേസിക്കലി നെഗ്ലിജൻസ് ആണ് അവരുടെ ഭാഗത്തുനിന്ന് വരുന്നത്.
ആ ഒരു നെഗ്ലിജൻസ് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹാം ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു സ്ഥലത്തും നിങ്ങൾ ഫയൽ സ്യൂ ചെയ്യാണ്, ഇങ്ങനെ പാരഷൂട്ടിൽ കയറി എനിക്ക് അപകടം സംഭവിച്ചു. അപ്പോൾ ആ ഒരു പാരഷൂട്ടിന്റെ ആൾക്കാരുണ്ടാവില്ല, അവർക്ക് ഒരിക്കലും വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറി എന്നുള്ള ഡിഫൻസ് എടുക്കാൻ പറ്റും. പക്ഷെ അത് ഇൻവാലിഡ് ആയിരിക്കും, കാരണം അവരുടെ നെഗ്ലിജൻസ് കാരണമാണ് അവിടെ റിസ്ക് സംഭവിച്ചത്. മനസ്സിലായോ? ഐഷയല്ലേ ചോദിച്ച ഡൗട്ട്, ആൾക്ക് മനസ്സിലായോ? ഞാൻ ഡൗട്ട് അല്ല, ഞാനാ ചോദിച്ചിരുന്നത്. ഓക്കെ ഓക്കെ, എനിക്ക് ഓക്കെ, ആളെ മാറിപ്പോയത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ലേ? ടോപ്പിക് മൂവ് ചെയ്യാട്ടോ. ഓക്കെ, ഇനി സെക്കൻഡ് ഡിഫൻസ് എന്ന് പറയുന്നത് പ്ലെയിൻറ്റിഫ് ദ റോങ് ഡൂവർ ആണ്. അതായത് ചില കേസുകളിൽ പ്ലെയിൻറ്റിഫ് തന്നെ ഒരു ടോർട്ട് കമ്മിറ്റ് ചെയ്യും. എന്നിട്ട് ആ ഒരു ടോർട്ട് കമ്മിറ്റ് ചെയ്തതിൽ അയാൾ തന്നെ ഒരു തെറ്റ് ചെയ്തതിൽ പിന്നെ എന്താ അയാൾ തന്നെ ചില ഹാം സഫർ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഈ ഒരു പ്ലെയിൻറ്റിഫ് ദ റോങ് ഡൂവർ എന്ന് പറയുന്ന ഡിഫൻസ് എടുക്കാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞുതരാം, ഒരു കേസ് പറഞ്ഞുതരാം നിങ്ങൾക്ക്. എക്സാമ്പിൾ കേസ് ആട്ടോ, അല്ലാതെ ഇവിടെ ഒരു ഫേമസ് കേസ് നോട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫാക്ട്സ് അല്ല ഞാൻ പറയുന്നത്, അതിനോട് സിമിലർ ആയിട്ടുള്ള ഫാക്ട്സ് ആണ് ഞാൻ പറയുന്നത്. ഒരാള് ഒരു ഗാർഡനിൽ എന്തെങ്കിലും ഒരു കെണി സെറ്റ് ചെയ്യാണ്, എന്നിട്ട് നോട്ടീസിൽ എഴുതി വെക്കുകയും ചെയ്യാണ് ദാറ്റ് ഇങ്ങനെ ഒരു കെണി സെറ്റ് ചെയ്തിട്ടുണ്ട്, ഈ ഗാർഡനിൽ കയറുന്ന എന്താ പറയാ ആനിമൽസ് ഒക്കെ ഉണ്ടല്ലോ അതിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ നോട്ടീസ് ശ്രദ്ധിക്കാതെ ഒരാൾ ആ ഗാർഡനിലേക്ക് ട്രസ്പാസ് ചെയ്യാണ്. അത് കാരണം അയാൾ കുറച്ച് ഹാം സഫർ ചെയ്യുമല്ലോ. ആ ഹാമിന് നിങ്ങൾ കരുതുന്നുണ്ടോ ഈ ഗാർഡന്റെ ഓണർ അതിന് എന്താ ലയബിൾ ആണ്, ആ എന്തെങ്കിലും ഒരു ഡാമേജസ് അയാൾ അർഹിക്കുന്നുണ്ട് നിങ്ങൾ കരുതുന്നുണ്ടോ? ക്ലിയർ ആയില്ല. ഓക്കെ, അതായത് ഒരു ഗാർഡൻ, ആ ഗാർഡനിൽ അതിന്റെ ഓണർ ഒരു എന്താ പറയുക ഒരു കെണി സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ആനിമൽസിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി ആ കെണി സെറ്റ് ചെയ്തത്. എന്നിട്ട് അയാൾ കറക്റ്റ് നോട്ടീസും കൊടുത്തു ദാറ്റ് ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒക്കെ സൂക്ഷിക്കണം, കുറച്ച് കെണികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊന്നും ശ്രദ്ധിക്കാതെ ഒരാൾ ആ ഗാർഡനിൽ കയറുകയാണ്. അയാൾ എന്താ ഒരു പെർമിഷനും ഇല്ലാണ്ടാണ് ആ ഗാർഡനിൽ കയറിയത്, ട്രസ്പാസ് ചെയ്തിട്ട്. എന്നിട്ട് കയറിയിട്ട് ആ കെണി കാരണം ആനിമൽസ് വീഴേണ്ട കെണിയിൽ ഇയാൾ വീണിട്ട് ഇയാൾക്ക് കുറേ എന്താ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരികയാണ്, അയാളുടെ കാലൊടിഞ്ഞു, അങ്ങനെ കുറച്ച് പ്രോബ്ലങ്ങളൊക്കെ സഫർ ചെയ്യാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ ട്രസ്പാസ് ചെയ്ത ആൾക്ക് സ്യൂ ചെയ്യാലോ ഫയൽ, ഞാൻ ഇയാളുടെ കെണിയിൽ വീണിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റി, എനിക്ക് ഡാമേജസ് വേണം എന്നൊക്കെ. അപ്പം നിങ്ങൾ അത് വാലിഡ് ആയിട്ടുള്ള ഒരു എന്താ ഒരു ഫയലാണെന്ന് കരുതുന്നുണ്ടോ? ഇല്ല. നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ ഡോക്ടറിന്റെ, അതുപോലെ ഇവർക്കും പറഞ്ഞൂടെ അല്ല, നോട്ടീസിന്റെ കാര്യം? ഡോക്ടറിന്റെ കേസിൽ കൺസെന്റ് എന്നുള്ളൊരു സാധനം വരുന്നുണ്ട്. ഡോക്ടറിന്റെ കേസിൽ ഡിഫെൻഡന്റ് എന്താ പ്ലെയിൻറ്റിഫ് അല്ലല്ലോ തെറ്റ് ചെയ്യുന്നതും. അപ്പൊ അതുമായിട്ട് ഇത് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഈ ഒരു കേസിൽ പ്ലെയിൻറ്റിഫ് തന്നെയാണ്, ലൈക്ക് അയാള് തന്നെയാണ് ഗാർഡനിൽ ട്രസ്പാസ് ചെയ്തതും, അയാള് തന്നെയാണ് ഈ നോട്ടീസ് മര്യാദയ്ക്ക് വായിക്കാണ്ട് ആനിമൽസ് വീഴേണ്ട കെണിയിൽ ഇയാൾ തന്നെ പോയിട്ട് വീഴാണ് ചെയ്തതും. ബേസിക്കലി അയാള് ചെയ്ത ഒരു പ്രവൃത്തിയിലൂടെയാണ് അയാൾക്കുണ്ടായ കോൺസിക്വൻസസും എല്ലാം തന്നെ. അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണ് പ്ലെയിൻറ്റിഫ് ദ റോങ് ഡൂവർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഞാൻ ഇപ്പം പറഞ്ഞ ഫാക്ട്സ് ഈ ഒരു കേസ് എഴുതിയിട്ടില്ലേ, ബേർഡ് വേഴ്സസ് ഹോൾബ്രൂക്ക്, ആ ഒരു കേസിന്റെ ഫാക്ട്സ് ആയിട്ട് സിമിലർ ആണ്, ഫുള്ളി കറക്റ്റ് അല്ല. ഈ ഒരു ബേർഡ് വേഴ്സസ് ഹോൾബ്രൂക്കിന്റെ നിങ്ങൾക്ക് അങ്ങനെ ഫാക്ട്സ് ആയിട്ട് പഠിക്കാനില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കേസിന്റെ കറക്റ്റ് ഫാക്ട്സ് ആയിട്ട് പറഞ്ഞു തരാത്തത്. പക്ഷെ ഈ ഒരു കേസ് ആയിട്ടുള്ള സിമിലർ ഫാക്ട്സ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ മോഡിൽ പറഞ്ഞു തന്നത്. മനസ്സിലായോ അത്? ആ കേസിന്റെ പേര് പഠിക്കണം കേട്ടോ. മനസ്സിലായോ? അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയണോ?
ഓക്കെ ഓക്കെ, ഈ ഒരു മാക്സിമം ബൈ ഹാർട്ടാക്കി പഠിക്കണം കേട്ടോ. എക്സ് ടു പി കോസ നോൺ വെരീറ്റർ ആക്ഷിയോ എന്ന് പറഞ്ഞിട്ടുള്ള അതിന്റെ മീനിങ് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ബൈ ഹാർട്ടാക്കി പഠിക്കേണ്ട കാര്യം. എന്തെങ്കിലും ഒരു, അതായത് ഫ്രം എൻ ഇമ്മോറൽ കോസ് ഓർ റോങ്ഫുൾ ആക്ട് നോ ആക്ഷൻ അറൈസസ്. ഇവിടെ ഒരു തെറ്റായ പ്രവൃത്തിയിലൂടെ ഒരു ആക്ഷനും അറൈസ് ചെയ്യാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത്. ഈ നോ ആക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് കേസസ് അല്ലെങ്കിൽ ഫയൽസ് യൂസ് ചെയ്യാന്നുള്ളതാണ്. നിങ്ങൾ തന്നെ എന്തെങ്കിലും ഒരു തെറ്റായ പ്രവൃത്തി ചെയ്തിട്ട് അതിന്റെ കോൺസിക്വൻസസ് നിങ്ങൾ തന്നെ അനുഭവിക്കുകയാണ്. അപ്പൊ അവിടെ ഒരു ഫയൽസ് യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും കോർട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഡാമേജസ് അർഹതപ്പെട്ടവരായിട്ട് കോർട്ട് നിങ്ങളെ കരുതില്ല. അത് മനസ്സിലായോ? ഒരാൾ മാത്രമേ റിയാക്ട് ചെയ്തുള്ളൂ, ബാക്കിയുള്ളവർ അസന്ത. ഓക്കെ ഓക്കെ, ഇനി തേർഡ് ജനറൽ ഡിഫൻസ് ബിസ്മേജ്, അതായത് ആക്ട് ഓഫ് ഗോഡ്. ഇപ്പം ഞാൻ ഇതിലൊരു കേസ് വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിൽ ഒരു ഈ ഫേമസ് കേസിന്റെ എല്ലാം പേര് പഠിക്കണം കേട്ടോ. ഫാക്ട്സ് നിങ്ങൾ അങ്ങനെ ഇലാബറേറ്റ് ആയിട്ട് പഠിക്കുമെന്ന് വേണ്ട, പക്ഷെ കേസ് എന്തായാലും പഠിക്കണം. കേസ് പഠിക്കുമ്പോൾ ഫാക്ട്സ് ചെറിയൊരു ധാരണ ഉണ്ടായാൽ മതി. ഇതിലെ കേസ് എന്ന് പറയുന്നത് നിക്കോൾസ് വേഴ്സസ് മാർഷ്ലാൻഡ്സ് എന്നുള്ള കേസാണ്. അതായത് ഈ ഒരു കേസിൽ പ്ലെയിൻറ്റിഫ് ഒരു ഓർണമെന്റൽ പൂൾ ഉണ്ടാക്കുകയാണ്. ഓക്കെ, എന്നിട്ട് അതിന്റെ ചുറ്റും സേഫ് ഗാർഡ് ആയിട്ടുള്ള എല്ലാ സേഫ്റ്റി മെഷേഴ്സും ഒക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇയാൾ ഒരു പൂൾ ഉണ്ടാക്കുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഒരു വലിയൊരു നാച്ചുറൽ കലാമിറ്റി അവിടെ നടക്കുകയാണ്. എന്നിട്ട് ആ ഒരു പൂള് കാരണം പൂളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകുകയും ഈ ഡിഫൻഡന്റിന് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്യാണ്. ഈ ഒരു കേസിൽ നിങ്ങൾ എന്താ കരുതുന്നത്? ഈ ഡിഫൻഡന്റ് പ്ലെയിൻറ്റിഫിന് ഉണ്ടായ ഡാമേജിനെ റീസ്റ്റോർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്താ കേട്ടില്ല? സൗണ്ട് ഒട്ടും കേൾക്കുന്നില്ല. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആൻസർ പറ. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആവാനിട്ടാണോ അതോ ആൻസർ ഇല്ലാനിട്ടാണോ? ഹലോ, ഓക്കെ പറ. ഇങ്ങനത്തെ കേസിൽ ഡിഫൻഡന്റ് റീസ്റ്റോർ ചെയ്യണ്ടേ? ഓക്കെ, അതാണ്. ഇങ്ങനത്തെ കേസസിൽ ഡിഫൻഡന്റ് റീസ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അയാൾക്ക് ഒരു രീതിയിലും ഫോർസി ചെയ്യാൻ പറ്റില്ലായിരുന്നു. അയാള് ഒരു പൂള് ക്രിയേറ്റ് ചെയ്തു. ആ പൂളിന് എല്ലാ തരത്തിലുള്ള സേഫ് ഗാർഡ്സ് ഇയാൾ എടുത്തിട്ടുണ്ട്. എന്നിട്ടും ഒരിക്കലും നമുക്ക് ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂലല്ലോ. എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റി, ഫോർ എക്സാമ്പിൾ സുനാമിയോ അല്ലെങ്കിൽ ഫ്ലഡോ, അങ്ങനെയുള്ള നാച്ചുറൽ കലാമിറ്റീസ് അങ്ങനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇയാൾ എല്ലാ സേഫ്റ്റി മെഷേഴ്സും എടുക്കുകയാണ്. പക്ഷെങ്കിൽ നമ്മുടെ കയ്യിൽ നിൽക്കാത്ത ആക്ട് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്, ദൈവത്തിൽ വിശ്വാസമുള്ളവർക്ക് ദൈവമാണ് ഈ നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ ഉണ്ടാക്കുന്നുള്ളൊരു ഇതുണ്ടല്ലോ. ആ ഒരു അർത്ഥത്തിലായിരിക്കും ആക്ട് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ നമുക്ക് ഫോർസി ചെയ്യാൻ പറ്റാത്ത, നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത സാധനം എന്നാണ് ബേസിക് ആയിട്ട് ആക്ട് ഓഫ് ഗോഡിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള എന്തോ ഒരു നാച്ചുറൽ കലാമിറ്റീസിലൂടെ ഇയാളുടെ പൂള് കാരണം അയാൾ ഒരുപാട് പ്ലെയിൻറ്റിഫ് ഒരുപാട് ഡാമേജ് സഫർ ചെയ്യാണ്. പക്ഷെ ഇതിന് ഒരു രീതിയിലും ഡിഫൻഡന്റ് ലയബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു ഡാമേജസ് കോർട്ട് ഒരിക്കലും ഡിഫൻഡിനോട് പറയില്ല നിങ്ങൾ ഇത്രയും ഡാമേജസ് ഇയാൾക്ക് പ്ലെയിൻറ്റിഫിന് കൊടുക്കണം, കാരണം അയാൾക്ക് ഒരു രീതിയിലും ഫോർസി ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതാണ് തേർഡ് പോയിന്റ്. ദാറ്റ് ആക്ട് ഓഫ് ഗോഡിൽ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു ഫയൽ സ്യൂ ചെയ്യാണ്, പക്ഷെങ്കിൽ നിങ്ങൾ പ്രൂവ് ചെയ്യണം അവിടെ ഉണ്ടായത് നാച്ചുറൽ കലാമിറ്റി ആണെന്നും ഇയാൾക്ക് ഒരു രീതിയിലും ഫോർസി ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് നടന്നതെന്നും. ഓൾസോ സെക്കൻഡ് ഈ ടോർട്ട് പറയുമ്പോ പേഴ്സൺ ടു പേഴ്സൺ മാത്രമല്ല കേസസ് വരുള്ളൂ, ഇതിൽ ഗവൺമെന്റ് ഇൻക്ലൂഡ് ആവില്ലല്ലോ? ഇല്ല. ഓക്കെ, ഇല്ല. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ദ ആക്ട് ഷുഡ് ഹാവ് ഒക്കേർഡ് വിത്തൗട്ട് എനി ഹ്യൂമൻ ഇന്റർഫറൻസ്. ഇപ്പം നാച്ചുറൽ കലാമിറ്റീസിലൊന്നും ഒരു രീതിയിൽ ഒരു ഹ്യൂമൻ ഇന്റർഫറൻസ് നമുക്ക്, അതായത്
ഇപ്പൊ ഒരു ഫ്ലഡ് വരികയാണ്, അത് കുറച്ച് മനുഷ്യന്മാര് തീരുമാനിച്ചിട്ടല്ലല്ലോ ഒരിക്കലും ഫ്ലഡ് വരുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ ഒരു ഹ്യൂമൻ ഇന്റർഫറൻസ് ഇല്ലാന്ന് പ്രൂവ് ചെയ്യണം. ഒരു രീതിയിലും ഈ ഒരു നാച്ചുറൽ കലാമിറ്റി ഫോർസി ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു എന്ന് പ്രൂവ് ചെയ്യണം. ഇത്രയും ഡിഫൻഡന്റ് പ്രൂവ് ചെയ്താൽ മാത്രമേ ഇയാൾക്ക് ഈ ഒരു കേസിൽ നിന്ന്, ഈ ഒരു ടോർട്ടിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുള്ളൂ. അത് മനസ്സിലായോ ആ ഒരു കേസ്? ഓക്കെ, ഇനി ഇന്നത്തെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇന്നെവിറ്റബിൾ ആക്സിഡന്റ്. അതായത് നമ്മൾ ഒരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ എല്ലാ സേഫ്റ്റി മെഷേഴ്സും എല്ലാ സേഫ് ഗാർഡും ഒക്കെ എടുത്തു, എന്നിട്ടും അവിടെ ഒരു ആക്സിഡന്റ് സംഭവിക്കുകയാണ്, നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത ഒരു ആക്സിഡന്റ് സംഭവിക്കുകയാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ ഒരിക്കലും ആ ഒരു ടോർട്ട് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഡാമേജസ് പ്ലെയിൻറ്റിഫിന് അവാർഡ് ചെയ്യേണ്ട അവസ്ഥ വരില്ല. ഓക്കെ, ഞാൻ അതിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് പറയുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്റ്റാൻലി വേഴ്സസ് പവൽ ആണ്. ആ ഒരു കേസിന്റെ പേര് എന്തായാലും നിങ്ങൾ പഠിക്കണം കേട്ടോ, ചിലപ്പം ചോദ്യം വരാം. ഓക്കെ, ആ ഒരു കേസ് എന്താന്ന് വെച്ചാൽ, ഈ ഒരു ഇതിൽ ഡിഫൻഡന്റ് ഒരു ഷൂട്ടിംഗ് ചെയ്യാണ് ഗണ്ണ് വെച്ചിട്ട്. എന്നിട്ട് ആ ഒരു ബുള്ളറ്റ് അയാൾ എല്ലാ തരത്തിലുള്ള സേഫ് ഗാർഡും ഒക്കെ എടുത്തു, അടുത്തുള്ള ആൾക്കാർക്ക് കൊല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഒരു സേഫ് ഗാർഡ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇയാള് ഗണ്ണുകൊണ്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ബുള്ളറ്റ് എവിടെ പോകുന്നു എന്നുള്ളത് ഒരിക്കലും നമുക്ക് കറക്റ്റ് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂലല്ലോ. ഈ ബുള്ളറ്റ് ഒരു ട്രീയിൽ കൊള്ളുകയും ആ ട്രീന്ന് ബുള്ളറ്റ് റിഫ്ലക്ട് ചെയ്തിട്ട് നേരെ വരുന്നത് ഈ പ്ലെയിൻറ്റിഫിന്റെ കണ്ണിലേക്കാണ്. അങ്ങനെ ഈ പ്ലെയിൻറ്റിഫിന്റെ കണ്ണ് ഭയങ്കര ഒരു ഇഞ്ചുറി സംഭവിക്കുകയാണ്. അവിടെ പ്ലെയിൻറ്റിഫ് ഒബ്വിയസ്ലി ഒരുപാട് ഡാമേജ് സഫർ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഡിഫൻഡന്റ് അവിടെ ഒരു ഡാമേജസ് കൊടുക്കേണ്ടി വരില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഈ ഡിഫൻഡന്റ് എല്ലാ സേഫ്റ്റി മെഷേഴ്സും എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഈ ഒരു ആക്സിഡന്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഇയാൾക്ക് ആക്സിഡന്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഇയാളുടെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യമായില്ലല്ലോ. ഓൾസോ ഇയാളുടെ ഒരു ഹ്യൂമൻ ഇന്റർഫറൻസോ അത് കാരണം ഒന്നും സംഭവിച്ചല്ലോ. ഒരു ട്രീയിൽ കൊള്ളുന്നു, അത് റിഫ്ലക്ട് ചെയ്തിട്ട് നേരെ സൈഡിൽ നിൽക്കുന്ന ആളുടെ കണ്ണിൽ കൊള്ളുന്നു. അതൊരിക്കലും ഡിഫൻഡന്റിന്റെ കയ്യിൽ ഒതുങ്ങാത്ത കാര്യമായതുകൊണ്ട് ഇയാള് പ്ലെയിൻറ്റിഫിന് ഡാമേജസ് കൊടുക്കാൻ കോർട്ട് ഒരിക്കലും പറയില്ല. അത് മനസ്സിലായോ? ഇങ്ങനെയുള്ള കേസസിൽ ഡിഫൻഡന്റ് പ്രൂവ് ചെയ്യണം കേട്ടോ, ഞാൻ എല്ലാ തരത്തിലുള്ള സേഫ് ഗാർഡും എടുത്തിട്ടുണ്ട്, എന്നിട്ടും സംഭവിച്ചു പോയൊരു ആക്സിഡന്റ് ആണ്, ഒരു രീതിയിൽ ഈ ആക്സിഡന്റ് ഒഴിവാക്കാൻ വേറെ വഴിയില്ലായിരുന്നു. ആ ഒരു രീതിയിൽ പ്രൂവ് ചെയ്താൽ മാത്രമാണ് ഡിഫൻഡന്റിന് ഈ ജനറൽ ഡിഫൻസ് എടുക്കാൻ പറ്റുന്നത്. അത് മനസ്സിലായോ? ഓക്കെ, അപ്പം ഇന്നത്തെ ടോപ്പിക്സ് ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ക്വസ്റ്റ്യൻസ് ഞാൻ അടുത്ത ക്ലാസ്സിൽ ജനറൽ ഡിഫൻസ് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് ചെയ്യിപ്പിക്കാം. ഇന്ന് എടുത്തതിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നുകൂടി പറയണം. ജസ്റ്റ് നിങ്ങളുടെ നോട്ട്സിൽ നിങ്ങൾ എഴുതുന്ന നോട്ട്സ് ഗോ ത്രൂ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇതുവരെ എടുത്ത എല്ലാം മനസ്സിലായെന്നാണെങ്കിൽ ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്യോ. ഓക്കെ, ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താ? ഓക്കെ, അപ്പം ഇനി ടോർട്ടിൽ നമുക്ക് ബാക്കിയുള്ള ഒരു 5 ജനറൽ ഡിഫൻസസും പിന്നെ കുറച്ച് ടൈപ്സ് ഓഫ് ടോർട്ട് ഉണ്ട്. ട്രസ്പാസ്, ന്യൂയിസൻസ്, നെഗ്ലിജൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ ഡിഫമേഷനും, അങ്ങനെ കൂടുതൽ ചോദിക്കുന്ന കുറച്ച് ടോർട്ട്സ് ഉണ്ട്. അതും കൂടിയുള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് ക്ലാസ് 3 ക്ലാസ് ഉണ്ടാവും. ലാസ്റ്റ് ക്ലാസ് അടുത്ത ക്ലാസ് ആയിരിക്കും.
ഇന്ന് പഠിപ്പിച്ചതിന്റെ ക്വസ്റ്റ്യൻസ് ഈ ജനറൽ ഡിഫൻസ് മൊത്തം കംപ്ലീറ്റ് ആക്കി ചെയ്യിപ്പിക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഈ ജനറൽ ഡിഫൻസ് പഠിക്കുമ്പോൾ ആ ഫേമസ് കേസിന്റെ പേര് പഠിക്കാൻ മറക്കരുത്. വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറിന്റെ ഞാൻ നോട്ട്സ് ആഫ്റ്റർവേർഡ്സ് ഞാൻ ഷെയർ ചെയ്യാം. വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറിയിൽ കേസ് പറഞ്ഞിട്ടില്ല. ആ കേസ് അങ്ങനെ അതിലുള്ളൊരു കേസ് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷെങ്കിൽ ആ ഒരു കൺസെന്റിന്റെ കാര്യം പലപ്പോഴും ഫാക്ട്സ് ആയി തന്നിട്ട് അതിന്റെ ഒരു എന്താ പറയാ ഡിസൈഡ് ചെയ്യാന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ക്ലീലി കണ്ടിട്ടുണ്ട്. ഒരു കൺസെന്റ് തരുന്നുണ്ടെങ്കിൽ ഒരു കേസ് എക്സാമ്പിളായിട്ട് തരും. ഈ ഒരു കേസിൽ ഡിഫൻഡന്റ് ഏതെങ്കിലും രീതിയിൽ ഡിഫൻസ് എടുക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ക്ലീൽ പേപ്പേഴ്സിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എല്ലാവരും ലീവ് അയക്കും. താങ്ക് യു. ഓക്കെ.